പ്രതിരോധ ശക്തിയായി ഇന്ത്യ വീണ്ടും കുതിക്കുകയാണ്. ഇന്ത്യക്ക് ഇനി സ്പൈക്ക് മിസൈലുകളും വരുന്നുണ്ട്. ഇസ്രായേലിൽ നിന്നും സ്പൈക്ക് മിസൈലുകൾ ഉടൻ ഇന്ത്യയിൽ എത്തിക്കുമെന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അപ്രതീക്ഷിത നീക്കമാണ് ഇന്ത്യയുടേത്. പ്രത്യേകിച്ചും അടിയന്തര ആവശ്യമുണ്ടെങ്കിൽ ഏത് സാഹചര്യത്തിലും നേരിടാൻ തയ്യാറായാണ് പുതിയ നീക്കം. ഇസ്രായേലിൽ നിന്നും സ്പൈക്ക് മിസൈലുകൾ ഉടൻ എത്തിക്കാനുള്ള ഇന്ത്യയുടെ ഒരുക്കത്തെക്കുറിച്ചുള്ള വാർത്തയാണ് ഇപ്പോൾ ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യാന്തര മാധ്യമങ്ങൾ വരെ റിപ്പോർട്ട് ചെയ്യുന്നത്. ആയുധശക്തിയിൽ ലോകത്തിലെ ഏതൊരു രാജ്യത്തിനോടും കിടപിടിക്കുന്ന തരത്തിലാണ് ഇന്ത്യയുടെ പ്രതിരോധ ശക്തി. അതിനായി സൈന്യം നിരന്തരം ആവശ്യപ്പെട്ട ആധുനിക ആയുധങ്ങൾ ഇന്ത്യ സ്വന്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് പുതിയ നീക്കം. 1200 തവണ നിറയൊഴിക്കുന്ന 30 മില്ലിമീറ്റർ ലൈറ്റ് മെഷീൻ ഗണ്ണുള്ള അപ്പാഷെ, പറന്നിറങ്ങി നിമിഷങ്ങൾക്കുള്ളിൽ ലക്ഷ്യം തകർക്കാൻ ശേഷിയുള്ള ഹാരോപ്പ് എന്നിവ ഇന്ത്യയുടെ കരുത്ത് വർദ്ധിപ്പിക്കാൻ പോകുന്നവയാണ്. 6 എയർ ടു എയർ മിസൈൽ വഹിക്കാൻ ശേഷിയുള്ള റഫേൽ പോർ വിമാനങ്ങൾ, ചൈനീസ് പോർ വിമാനത്തെ കണ്ടെത്തി ട്രാക്ക് ചെയ്യാൻ സാധിക്കും വിധത്തിൽ കഴിവുള്ള ഇന്ത്യയുടെ സുഖോയ് തുടങ്ങിയവ എതിരാളികളുടെ ചങ്കിടിപ്പ് ഏറ്റവും പ്രത്യേകിച്ചും പാകിസ്ഥാന് ഇനി ഒന്ന് കരുതിയിരിക്കേണ്ടി വരും. ഇതുകൂടാതെ ഇസ്രായേലിൽ നിന്നുള്ള സ്പൈക്ക് ആൻഡ് ടാങ്ക് വേദ മിസൈൽ വാങ്ങാനുള്ള തീരുമാനവും ഇന്ത്യ എടുത്തിരുന്നു. എന്നാൽ ഇവ അടിയന്തരമായി ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള നീക്കത്തിലാണ് പ്രതിരോധ മന്ത്രാലയം എന്നാണ് ഒടുവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ. അടിയന്തര ആവശ്യം മുൻനിർത്തി ഉടൻ തന്നെ ഇസ്രായേലിൽ നിന്നും അത്യാധുനിക സ്പൈക്ക് മിസൈലുകൾ അടക്കം വാങ്ങാനാണ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ തീരുമാനമെന്നാണ് അറിയാൻ കഴിയുന്നത്. 210 മിസൈലുകളും 12 ലോഞ്ചറുകളുമാണ് വാങ്ങുക. അടിയന്തരാവശ്യം എന്ന നിലയ്ക്കാണ് ഇന്ത്യ ഈ ആയുധങ്ങൾ വാങ്ങുന്നത്. സൈനിക കമാൻഡർമാരുമായുള്ള ചർച്ചകൾക്ക് ശേഷമായിരിക്കും ഇന്ത്യ ഈ തീരുമാനം എടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മുൻപ് ഇസ്രായേലിൽ നിന്നും അത്യാധുനിക ശേഷിയുള്ള മിസൈൽ വാങ്ങാനുള്ള നീക്കത്തിൽ നിന്നും ഇന്ത്യ പിന്മാറിയിരുന്നു. ഇത് തദ്ദേശീയമായി ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനായിരുന്നു ഇന്ത്യയുടെ തീരുമാനം. ഇസ്രായേലിന്റെ റഫേൽ അഡ്വാൻസ് ഡിഫൻസ് സിസ്റ്റവുമായി അന്തിമ കരാറിൽ ഏർപ്പെടും മുൻപായിരുന്നു ഇന്ത്യ അന്ന് ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് പിന്മാറിയത്. 1200 സ്പൈക്ക് ആന്റി ടാങ്ക് വേദ മിസൈലിനായിരുന്നു അന്ന് ഇന്ത്യ ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിരുന്നത്. 3250 കോടി രൂപയുടെ പദ്ധതിയായിരുന്നു അന്ന് ഇസ്രായേലുമായി നടത്തിയ ചർച്ചയിൽ ഇന്ത്യ ഉറപ്പിക്കാനിരുന്നത്. പിന്നീട് ഇത് DRDOയുടെ കീഴിൽ തദ്ദേശീയമായി നിർമ്മിക്കാൻ ശ്രമങ്ങൾ ആരംഭിക്കുകയായിരുന്നു. എന്നാൽ ഇത് വികസിപ്പിക്കാൻ ഏറെ വൈകുമെന്നതിനെ തുടർന്നാണ് ഇസ്രായേലിൽ നിന്നും അത്യാധുനിക ശേഷിയുള്ള സ്പൈക്ക് മിസൈൽ വാങ്ങാൻ ഇന്ത്യ വീണ്ടും ഒരുങ്ങുന്ന കാര്യത്തിലേക്ക് കടക്കുന്നത്. അതുതന്നെയാണ് ഈ മണിക്കൂറിൽ രാജ്യം പ്രതിരോധ മേഖലയിൽ കൂടുതൽ കരുത്തു നേടാനായി സ്പൈക്ക് മിസൈലുകൾ വാങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയും.